കുഞ്ഞുങ്ങളെ ഒരു നിമിഷം കണ്ണുകളടച്ച് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ യഥാസമയങ്ങളിൽ ദൗത്യങ്ങളാൽ ഞങ്ങളെ അലങ്കരിക്കുകയും അതിനാവശ്യമായ കൃപാവരവും അഭിഷേകവും ഞങ്ങളിൽ ചൊരിയുകയും ചെയ്ത ദൈവമേ, ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ദൗത്യങ്ങൾ തിരിച്ചറിയാതെ ഞങ്ങൾ പരാജയപ്പെടുകയും വീണുപോവുകയും ചെയ്ത നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് പറയുന്നു. ദൗത്യത്തിനനുസൃതമായ അഭിഷേക ശക്തി നൽകി ഞങ്ങളെ ക്രമീകരിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ഉയർത്തണമേ. ദൈവമാതാവേ, അപ്പോസ്തല ഗണത്തിന് സദാസമയവും സാന്നിധ്യത്താൽ പ്രചോദനം നൽകി ദൗത്യത്തിലേക്ക് അവരെ കൈപിടിച്ചുയർത്തിയ അമ്മയുടെ മാധ്യസ്ഥവും കരുതലും സ്നേഹവും ഞങ്ങളിൽ ഓരോരുത്തരിലും, ഞങ്ങളുടെ കുടുംബങ്ങളിലും സഭയിലും സമൂഹത്തിലും ഞങ്ങളുടെ എല്ലാ ദൗത്യങ്ങളിലും നിറഞ്ഞു നിൽക്കുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വിശുദ്ധ മിഖായേലേ, ഞങ്ങൾക്ക് കാവലായിരിക്കണം. അതുവഴിയായി ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ തക്ക വിധത്തിൽ ഞങ്ങൾ അഭിഷേകത്താൽ സംരക്ഷിക്കപ്പെടട്ടെ. സകല വിശുദ്ധരെ, സകല അപ്പോസ്തലന്മാരെ, രക്തസാക്ഷികളെ ദൗത്യത്തിന്റെ പൂർണ്ണതയ്ക്കായി ജീവൻ ബലികടിക്കേണ്ടി വന്നപ്പോഴും ഈശോയുടെ നാമത്തെ പ്രതി നിലകൊണ്ട നിങ്ങളുടെ ചൈതന്യവും നിങ്ങളുടെ മാതൃകയും ഞങ്ങൾക്ക് ബലമാകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈശോയുടെ പരസ്യ ഈ നയപ്രഖ്യാപനത്തോട്, ഈ ഒരു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടോട്, ദൗത്യത്തിനോടുള്ള വ്യക്തമായ ധാരണ, കാഴ്ചപ്പാട് പൂർത്തീകരിക്കുന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്കൊന്നും കർത്താവ് ചെയ്തിട്ടില്ല. പിതാവായ ദൈവം പുത്രനായ തന്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പിതാവ് ആഗ്രഹിച്ചുവോ അത് പുത്രനെ ധരിപ്പിച്ചിട്ടുണ്ട്. ആ പുത്രൻ നമ്മളെല്ലാവരെയും നോക്കിയിട്ട് നമ്മളെല്ലാവരും ദൗത്യങ്ങൾ ഏൽപ്പിക്കാൻ തക്ക വിധത്തിൽ ഇതാ ഞാനിത് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്ന ദൗത്യത്തിന്റെ വചനമാണ്. പക്ഷെ ഇന്ന് ഞാനും നിങ്ങളും, ഞാന് ഒത്തിരി അധികം വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്ന് പൗരോഹിത്യത്തിലേക്ക് വന്നതാണ്. ഞാൻ ചിന്തിക്കുകയാണ്, ഈ ദൗത്യത്തിന് ഞങ്ങളുടെ പരിശുദ്ധ തൃത്വസഭയുടെ സ്ഥാപക വചനവും തന്നെ ഈ ലൂക്കാട് സുവിശേഷം അതിന്റെ 4-ാം അധ്യായം 18 തിരുവചനം നമ്മളിപ്പോൾ വായിച്ചു കേട്ടതാണ്. അതിന്റെ ഒരു ദൗത്യം തന്നെ ഈ വചനമാണ്. ഈ ലൂക്കാട് സുവിശേഷം അതിന്റെ 4-ാം അധ്യായം 18 ഞങ്ങളുടെ തിരുസഭയുടെ, ഞങ്ങളുടെ സന്യാസഭയുടെ മാത്രമല്ല, ഭൂരിപക്ഷം സഭകളും പ്രധാന വാക്യമായി എടുത്തിരിക്കുന്നത് ഈ തിരുവചനമാണ്. വളരെ പ്രധാനപ്പെട്ടാണ്. ആത്മാവിന്റെ അഭിഷേകം എന്റെ മേലുണ്ടെന്ന് കർത്താവ് പ്രഖ്യാപിക്കുകയാണ്. ആർക്കും മനസ്സിലായിട്ടില്ല ഈശോ എന്തിനാ വന്നതെന്ന്. 30 വർഷത്തെ രഹസ്യ ജീവിതത്തിന് ശേഷം 3 വർഷത്തെ പരസ്യ ജീവിതത്തിന് കർത്താവ് ഏറ്റെടുക്കുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തുറന്ന് വളരെ വ്യക്തമായിട്ട് വായിക്കാൻ തുടങ്ങിയാണ്. ആർക്കും മനസ്സിലായിട്ടില്ല ആത്മാവിന്റെ അഭിഷേകം എന്താണെന്ന്. ആർക്കും മനസ്സിലായിട്ടില്ല എന്താണ് ഈ ബന്ധിതരുടെ മോചനമെന്ന്. അടിച്ചമർത്തപ്പെട്ടവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ജനങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല. കർത്താവിന് സ്വീകാര്യമായ വത്സരം എന്താണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. കർത്താവ് വളരെയധികം യെശയ്യാ പ്രവാചകൻ വർഷങ്ങൾക്ക് മുമ്പേ എഴുതി വെച്ചൊരു വചനം എടുത്തിട്ട് വലിയ പ്രഖ്യാപനം നടത്തിയാണ് തമ്പുരാൻ. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ആരും ഈശോയെ ഇനി ഇതിന്റെ പേരിൽ കുറ്റപ്പെടുത്താൻ വേണ്ട. കാരണം കൃത്യമായ ലക്ഷ്യത്തോടുകൂടി ദൗത്യത്തോടും കർത്താവ് വന്നിരിക്കുകയാണ്. അതാണ് പിതാവായ ദൈവം വളരെയധികം ദൗത്യം. അത് ജ്ഞാനസ്നാന സമയത്ത് പറയുന്നുണ്ട്. ദൈവപിതാവ് അത് സീൽ ചെയ്യുന്ന ഒരു മുദ്രണം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഇവൻ എന്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാരിക്കും. കാരണം എനിക്ക് ദൗത്യമുള്ളവനാണ് ഇവൻ. ഇവൻ എന്റെ മിഷൻ പൂർത്തീകരിക്കാനുള്ള എന്റെ വത്സലപുത്രനാണ്. ബിലവഡ് സൺ. യോഹന്നാൻ സുവിശേഷം അങ്ങനെ പഠിപ്പിക്കുന്നു. ബിലവഡ് സൺ എന്നൊക്കെ പറയുന്നത് കൃത്യമായി ഞാൻ എന്റെ പിതാവിന്റെ ദൗത്യം അറിയുന്നവനാണ്, എന്റെ പിതാവിന്റെ മനസ്സറിയുന്നവനായിരിക്കണം. അല്ലെങ്കിൽ ബിലവഡ് സൺ എന്ന് പറയാൻ പറ്റില്ല. ആരെയും ഏറ്റവും പ്രധാനപ്പെട്ട 5 മക്കളുണ്ട്, അതിലൊരുത്തനും ബിലവഡ് സൺ എന്നോ അല്ലെങ്കിൽ 2 പേരെ ബിലവഡ് സൺ എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും എന്റെ എന്താ പറയുക വത്സലപുത്രൻ എന്നൊക്കെ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഹൃദയം അറിഞ്ഞവനാണ്. ഒരു പരിധിവരെയെങ്കിലും എന്റെ അപ്പൻ എന്ത് ചിന്തിക്കുന്നു എന്നറിയുന്ന അപ്പന്റെ ഒരു രീതി തുടരുന്നവരെയാണ് നമ്മൾ വത്സല മക്കൾ എന്ന് പറയുന്നത്. അല്ലാണ്ട് അപ്പൻ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ മക്കൾ 6 കിലോമീറ്റർ പുറകോട്ട് പോകാൻ പന്നിയുടെ സ്വഭാവം അങ്ങനെയല്ല. അപ്പന്റെ സ്വഭാവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി. അപ്പൻ ചെയ്യുന്ന എല്ലാ മണ്ടത്തരങ്ങളോ ഗുണങ്ങളോ ചെയ്യണമെന്നൊന്നും അല്ല അതിനർത്ഥം. അപ്പന്റെ സ്വഭാവമായിട്ട് ആത്യന്തികമായ ഒരു ബന്ധമുള്ള ഒരു മനുഷ്യൻ. അവന് വത്സലപുത്രൻ ഏത് നല്ല അപ്പനും ചീത്ത അപ്പനും വിളിക്കുള്ളൂ. ഇവിടെ ഈശോ നയം വ്യക്തമാക്കുന്നു. ഞാൻ ഓർക്കുകയാണ്, എന്റെ കുട്ടിക്കാലത്ത് മുതലുള്ള എന്റെ ഒരു സുഹൃത്ത്, അവന് 10ാം ക്ലാസ്സിൽ 2 പ്രാവശ്യം പരാജയപ്പെട്ടു. ഇന്നും ഡോക്ടറേറ്റ് ചെയ്യാണ് കേട്ടോ. ഇന്നും ഡോക്ടറേറ്റ്, കാരണം ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടി. അതിനുശേഷം ഡോക്ടറേറ്റ് ചെയ്യാം. ഒരു ഹൈന്ദവനായ ചെറുപ്പക്കാരനാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചൊരു കാര്യേ, ഞങ്ങള് കുഞ്ഞുകാലം എന്ന് പറയുമ്പോൾ ചെറിയ കാലം തൊട്ടല്ല,
10ാം ക്ലാസ് ആ സമയം തൊട്ട് പരിചയമുള്ള ഒരാളാണ്. അവൻ എന്നോട് പറയായിരുന്നു, അച്ഛാ എനിക്ക് ഡോക്ടറേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പോഴും ഞാൻ ആ ഡോക്ടറേറ്റ് വരെയുള്ള നിങ്ങൾക്ക് അറിയാലോ, അത് ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, ഡിഗ്രി, അതുപോലെ തന്നെ അതിന്റെ ബിരുദാനന്തര ബിരുദാനന്തര ബിരുദം ഇതൊക്കെ കഴിഞ്ഞ് ചിലത് എംഫിൽ ചെയ്തിട്ട് പിന്നെ ഡോക്ടറേറ്റിന് പോകുന്നു. വലിയൊരു പ്രോസസ്സിലൂടെ ഒത്തിരി പഠനത്തിന്റെ ഒരു ലെവലിലൂടെ കടന്നു പോവുകയാണ്. ഒന്ന് ആലോചിച്ചെങ്കിൽ നമുക്ക് ഒത്തിരി, നമ്മുടെ മക്കളൊക്കെ ഒത്തിരി പഠിക്കുന്ന, മാതാപിതാക്കൾ ഒത്തിരി പഠിച്ചിട്ടുള്ളവരാ. ഇനി ഒത്തിരി സമൂഹം, നമ്മുടെ സഹോദരങ്ങൾ പഠിക്കുന്നു. ഓർക്കണം കേട്ടോ, ഈ സഹോദരൻ എന്നോട് പറയുകയാണ്, SSLCക്ക് അവന് കനത്ത പരാജയം ഉണ്ടായി. അവിടുന്ന് പിന്നെയും ഒരുമാതിരി ത്യാഗവും പ്രാർത്ഥനയൊക്കെ ആയിട്ട് എങ്ങനെയൊക്കെയോ അവൻ രക്ഷപ്പെട്ടു. അവന് മാതാപിതാക്കളെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണെങ്കിൽ അവരെ പുണ്യം അതാണ് ഒരു പ്രാർത്ഥനയുടെ അച്ഛൻ കരുതുന്നത്. രക്ഷപ്പെട്ടു. അതിനുശേഷം ഡിഗ്രി തലത്തിലും പ്രീ ഡിഗ്രി തലത്തിലും ഒക്കെ ഓരോ തവണ കടക്കുമ്പോൾ അവൻ പറയുകയായിരുന്നു, ഞാൻ എപ്പോഴായാലും 1-2 വിഷയങ്ങൾക്ക് തോറ്റിരിക്കും. ഹൈന്ദവനായ ചെറുപ്പക്കാരനാണെന്ന് ഓർക്കണം. അവനോട് പറയും, ഡോക്ടറേറ്റ് ചെയ്യുകയാണ് ഞാനൊരു വിഷയത്തിൽ പ്രത്യേകമായി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും ചില വിഷയങ്ങൾ തോറ്റുകൊണ്ടേയിരിക്കും. പ്രിയമുള്ളവരെ, എനിക്കറിയാം, എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട ഒരു ഫാമിലിയില് MBBS പഠിക്കുന്ന കുട്ടി 3ാം വർഷമായിട്ടും 1ാം വർഷം പൂർത്തിയാക്കാതെ വിഷമിച്ചിരുന്ന അച്ഛനറിയാം. MBBS അങ്ങനെ ചില തത്വങ്ങളൊക്കെ ഉണ്ട്. മറ്റേതെങ്കിലും ഡിഗ്രികളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് കടന്നു പോകാം. എന്നാൽ 1ാം വർഷത്തെ പൂർത്തിയാക്കാതെ 10 വർഷങ്ങളെ കടക്കാൻ അവർ അനുവദിക്കില്ല. കാരണം ഇത് മരുന്ന് ജീവനുമായിട്ടുള്ള ഒരു ബന്ധമാണ്. അതുകൊണ്ട് അവർ കൃത്യമായിട്ട് നോക്കുന്നു. എനിക്കറിയാം, ആ കുട്ടിക്ക് ഒരു കാരണവശാലും പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. പിന്നീട് നിരന്തരമായ പ്രാർത്ഥനകൾ വഴിയായിട്ടാണ് അതവൻ പൂർത്തിയാക്കിയത്. എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, അല്ലെങ്കിൽ എടുത്തു നോക്കുക, ഇന്ന് തിരുവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പല സഹോദരിമാർക്കും സഹോദരന്മാർക്കും അവരുടെ ജീവിത പങ്കാളികളൊന്ന് പരിശോധിച്ച് നോക്ക്. പൂർത്തിയാക്കാൻ പറ്റാത്ത ഒത്തിരി സംഭവങ്ങളുടെ പുറകെയായിരിക്കും ഇവര്. പകുതിക്ക് വെച്ച് നിർത്തുന്ന ചില കാര്യങ്ങളെ കുറിച്ച് ഒരു ധാരണയില്ലാതെ ചിലര് ബിസിനസ് എന്ന് പറഞ്ഞ് തുടങ്ങിയാണ്. ഒരു വ്യവസായ സംരംഭം തുടങ്ങിയാണ്. ഒളിഞ്ഞ് പാളീസായിട്ട് അവിടെയാണ് തുടങ്ങിയത് ഇവിടെയാണ് തുടങ്ങിയെന്ന് അറിയില്ലാത്ത ഒരു പ്രത്യേകതകളിലേക്ക് മാറുകയാണ്. നമ്മളിപ്പോ അങ്ങനെയുള്ള സമൂഹത്തിന്റെ ചുറ്റുപാടുമാണ്. എല്ലാ കാര്യങ്ങളും സാമ്പത്തികമായി ലാഭം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് ഇറങ്ങി പുറപ്പെടുകയാണ്. ഇവരെല്ലാം ശാന്തമായി വിളിച്ചെടുത്ത് ഒന്ന് ചോദിച്ചു നോക്കി, എന്താ നിന്റെ ലക്ഷ്യം, എന്താണ് നിന്റെ ദൗത്യം, എന്താണ് നിന്റെ മിഷൻ സ്റ്റേറ്റ്മെന്റ്, എവിടെ ആയിത്തീരാനാ നീ ഇത്ര ഓട്ടോ ഓടിയത്? ഈശോ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൗത്യത്തെക്കുറിച്ച് ധാരണയില്ലാത്ത ആരിറങ്ങി പുറപ്പെട്ടാലും, ദൗത്യത്തിനുള്ള ആത്മാഭിഷേകം സ്വീകരിക്കാതെ ആരിറങ്ങി പുറപ്പെട്ടാൽ, അതുകൊണ്ടാണ് ബാക്കി സ്ഥാപനവാക്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്, ബന്ധിതർക്ക് മോചനം. ബന്ധിതമായ ഹൃദയമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ബന്ധനങ്ങളുടെ നടുവിൽ ഒരു ദൗത്യത്തിന് ഒരാൾ ഇറങ്ങി പുറപ്പെടുന്ന വിചാരിക്കട്ടെ, വിവാഹ ജീവിതത്തിന് പാടെ പരാജയങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? 50-50 എന്നൊക്കെ ഇപ്പോൾ സമൂഹത്തിൽ ഒരു തമാശ രൂപേണ പറയുന്നൊരു സംഭവമാണ്. 50-50 തമാശ രൂപേണ, അതൊന്നും ഒരു സത്യമല്ല. സത്യമായിട്ട് ആരും അവരുടെ ഹൃദയങ്ങളിലേക്ക് എടുക്കുകയും വേണ്ട. 100% വിജയിക്കാവുന്ന ദാമ്പത്യ ജീവിതങ്ങളാണ് കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്നത്. പക്ഷെ എന്നാൽ തമാശ രൂപേണ 50-50 എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അറിയപ്പെടുന്ന പലരുടെയും ജീവിതത്തിലെ പരാജയങ്ങൾ കൊണ്ടുണ്ടാകും. എന്തുകൊണ്ടാണ് വിവാഹ ജീവിതത്തിൽ കടുത്ത പരാജയങ്ങൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിന് ഇറങ്ങി പുറപ്പെടുന്ന ഒരു വ്യക്തി അതിന് പൂർണ്ണതയിലെത്താതെ തകിടം വീണും എണീറ്റും എന്നും പഠിക്കാൻ കഴിവുള്ളത് കൊണ്ടാണ് അവൻ ജയിച്ചത്. പക്ഷേ പരാജയങ്ങളുടെ നടുവിലൂടെ ആയിരിക്കും യാത്ര. എന്തുകൊണ്ട് മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമായി ഉന്നതമായ ബന്ധം പുലർത്തുന്നില്ല? ആത്യന്തികമായി അവരെന്തുകൊണ്ടാണ് ഉൾച്ചേരാത്തത്? അവർക്ക് എന്തുകൊണ്ടാണ് ദൈവിക ചൈതന്യത്തിൽ ലയിച്ചു ചേരാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് ജീവിത പങ്കാളികൾ തമ്മിൽ ലയമില്ലാത്തത്? എന്തുകൊണ്ടാണ് സഹോദരങ്ങളും ബന്ധുമിത്രാദികളും അയൽക്കാരും തമ്മിൽ ലയമില്ലാത്തത്? ചിന്തിച്ചു വന്നാൽ ദൗത്യം തുടങ്ങിയതെടുക്കേണ്ടി വരും. ഇവിടെയെല്ലാം കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്, ഏത് ദൗത്യവും പൗരോഹിത്യത്തിലേക്കുള്ള എന്റെ യാത്രയിൽ ഞാൻ കൃത്യമായി വഴിയൊരുക്കിയിരിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, ഏഷ്യാക്ക് ദഹിപ്പിക്കുകയില്ല. ഒരു അഫർമേഷൻ കണ്ടോ? ജീവിതത്തിൽ ഈ അഫർമേഷൻ കിട്ടിയിട്ട് എത്ര പേർ ഇറങ്ങിയിട്ടുണ്ട്? ജീവിതത്തിൽ തമ്പുരാൻ ദൗത്യം ഏൽപ്പിച്ചിട്ട്, ദൗത്യമുണ്ടോ നിന്റെ കയ്യിൽ? ഒരു ദൗത്യമുണ്ടോ? ദൗത്യമുണ്ടെങ്കിൽ മാത്രമേ ജ്ഞാനസ്നാന സമയത്ത് മുകളിൽ നിന്നൊരു ശബ്ദം ഞാൻ കേൾക്കൂ. എന്ത്? ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. മുകളിൽ നിന്ന് ദൈവപിതാവിന്റെ സ്വരം ശ്രവിക്കണമെങ്കിൽ, രൂപാന്തരീകരണ സമയത്ത്, നിന്റെ ജീവിതത്തിന്റെ മാറ്റങ്ങളുടെ സമയത്ത് ദൈവം കയ്യൊപ്പ് വയ്ക്കണമെങ്കിൽ,
ഗെത്സമേൻ തോട്ടത്തിൽ സങ്കടങ്ങളുടെ നിമിഷങ്ങളിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിന്റെ ചാരത്തേക്ക്, നിന്റെ സമീപത്തേക്ക്, നിന്റെ സന്നിധിയിലേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ദൈവം അത്രയ്ക്ക് വിലമതിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, മാലാഹമാരുടെ ഒരു വ്യൂഹം കടന്നു വരണമെങ്കിൽ ഈ അഫർമേഷൻ എടുത്തൊരു വ്യക്തിയായിരിക്കണം. നമുക്കൊന്ന് ചിന്തിക്കാം, നമ്മൾ കർത്താവിന്റെ ദൗത്യം കിട്ടിയിട്ടുള്ളതാണോ? എന്തെങ്കിലും ഉദ്ദേശത്തോടുകൂടിയാണോ ഈ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? എന്തെങ്കിലും ഉദ്ദേശത്തോടാണ് വിവാഹം? അവിടെ എവിടെയൊക്കെ ആരെങ്കിലൊക്കെ വിവാഹം ചെയ്യുന്ന വിവാഹത്തിന് ഇറങ്ങി പുറപ്പെടാൻ പറ്റുമോ? ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും കോഴ്സിന് ഇറങ്ങി പുറപ്പെട്ടെന്ന് എനിക്ക് കോഴ്സ് ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സിന് ഞാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾക്ക്, ഒരു ബിസിനസ്സിനെ ഇറങ്ങി പുറപ്പെടുന്നത് എന്താ എന്റെ ഉദ്ദേശം? കർത്താവിന്റെ മഹത്വം ഉണ്ടോ? കർത്താവിന്റെ ആത്മാവുണ്ടോ? ആത്മാവിന്റെ അഭിഷേകം ഉണ്ടാകണം. മറ്റു മതങ്ങളിലെ വിശുദ്ധമായി ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. എല്ലാവരും, ഞാനിങ്ങനെ ഒരു താരതമ്യം നടത്തുമ്പോൾ ഒരിക്കലും ഓർക്കരുത് എല്ലാവരും വിശുദ്ധമായി ജീവിക്കുന്നവരാണെന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല. വിശുദ്ധമായി ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർ മാതാപിതാക്കളുടെ ഒരു അന്വേഷണമുണ്ട്. മാതാപിതാക്കളോട് ഒരു എന്താ പറയുക, ഒരു അഭിപ്രായം ചോദിക്കുമായിരിക്കും. അവർ ഗുരുക്കന്മാരോട് അഭിപ്രായം ചോദിക്കും. അവരവരുടെ അധ്യാപകരോട്, അവരുടെ പ്രിയപ്പെട്ടവരോട്, സുഹൃത്തുക്കളോട് ഒരു അഭിപ്രായം ചോദിക്കും. ഒരു അഭിപ്രായം ചോദിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ നിന്റെ ജീവിതത്തിന്റെ ദൗത്യമില്ല, നീ ഇറങ്ങി പരാജയപ്പെടുക തന്നെ ചെയ്യും. കാരണം നിനക്ക് ആരും നിന്റെ ജീവിതത്തിലെ ജ്ഞാനത്തിന്റെ വെളിവ് നൽകാൻ നീ ഒന്നിനെ ആശ്രയിക്കുന്നില്ല. തിരുവചനത്തിൽ ആശ്രയിക്കുന്നില്ല, കൂദാശകളിൽ ആശ്രയിക്കുന്നില്ല, ദൈവകൃപയിൽ ആശ്രയിക്കുന്നില്ല. മുറിപ്പെട്ട മനസ്സുമായി, ബന്ധിതമായ മനസ്സുമായി കഴിഞ്ഞ കാലങ്ങളിലെ നെഗറ്റീവ് എക്സ്പീരിയൻസ് നീ യാത്രയാണ് ദൗത്യവുമായിട്ട് അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നേ. കാരണം എന്താണ്? ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇവിടുത്തെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കാനാണല്ലോ ദൈവം ആഗ്രഹിക്കുന്നത്. ഓരോ വ്യക്തിയെയും ദൈവം നിശ്ചിത ലക്ഷ്യത്തോടെ സൃഷ്ടിച്ചു എന്നുള്ള തിരിച്ചറിവാണ് ഈ വചനം നമുക്ക് നൽകുന്നത്. അത് നമ്മൾ അടിവരയിടണം. നയം വ്യക്തമാക്കുന്നത് ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട് ഓരോ വ്യക്തിയെയും. ഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രപിതാവിനെ ദൈവം നിയോഗത്തോടെ സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് ആ നിയോഗത്തിന്റെ തിരിച്ചറിവാണ്, ആ നിയോഗത്തിന്റെ ഒരു വെളിപാടാണ് അദ്ദേഹത്തിന്റെ ദൗത്യം. അഹിംസ എന്ന് പറയുന്ന ദൗത്യം അദ്ദേഹം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മഹാനായി നമ്മൾ മാത്രമല്ല, ഭാരതീയർ മാത്രമല്ല, ലോകം മുഴുവൻ അദ്ദേഹത്തെ ഒരു മഹാനായി കരുതുന്നതിന്റെ കാരണം ഈ ദൗത്യത്തിന് മുമ്പിൽ വെച്ചുകൊണ്ട് യാത്ര ചെയ്തൊരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു, തോക്കിന് മുൻപിലും അദ്ദേഹം പറയുകയാണ്, ഇല്ല, ഞാനിതിന് തിരിച്ചൊന്നും വെടിവെക്കാനോ അതിന് ആൾക്കാരെ പ്രകോപിപ്പിക്കാനോ ഒന്നും പോകുന്നില്ല. നിസ്സാരമായ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ ദൗത്യത്തെ, അഹിംസയെ കറക്റ്റായിട്ട് ആ സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ തക്ക വിധത്തിൽ ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. കാരണം അദ്ദേഹത്തിന്റെ ശാരീരികമായ പ്രത്യേകതകൾ കൊണ്ട് വസ്ത്രം പോലും പൂർണ്ണമായി ധരിക്കാൻ സാധിക്കാതിരുന്ന, അതിനുവേണ്ടി തുനിയാതിരുന്ന, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് തുനിയാതിരുന്ന ഒരു വലിയൊരു മഹാത്മാവ് നമുക്ക് രാഷ്ട്രപിതാവായി ഉണ്ട് എന്നുള്ളത് നമുക്കിൽ അഭിമാനിക്കാനും ഒപ്പം തന്നെ പ്രചോദനവുമായിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ മനുഷ്യൻ എന്തുകൊണ്ടാണ് ആ ദൗത്യത്തെ പൂർത്തീകരിച്ചത്? എന്തുകൊണ്ടാണ്? ആ ദൗത്യത്തെ പൂർത്തീകരിക്കാനുള്ള ഒരു ആത്മാവിന്റെ അഭിഷേകം പുള്ളിക്ക് എവിടെ നിന്നോ ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തോടൊക്കെ അദ്ദേഹത്തിന് വലിയ അഭിനിവേശം ഉണ്ടായിരുന്നു. ക്രൈസ്തവ ജീവിതത്തോട് അദ്ദേഹത്തിന് അഭിനിവേശം ഇല്ലാതിരുന്നപ്പോഴും വിശുദ്ധ ഗ്രന്ഥത്തോടും ഈശോയോടുമുള്ള വലിയൊരു അഭിനിവേശം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മലയിലെ പ്രസംഗം അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. അതൊക്കെ ദൗത്യത്തിന് ആ കർത്താവിന്റെ ഒരു പ്രചോദനം സ്വീകരിച്ചിട്ടുള്ള വ്യക്തികളാണ് ഇതൊക്കെ. ക്രൈസ്തവരെന്ന് അഭിമാനിക്കുന്നു നമ്മൾ എത്ര പേര്. ഈ വചനശ്രവണത്തിന് ഹൃദയം വെച്ചിരിക്കുന്നവർ, ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, ഏത് ബിസിനസ് തുടങ്ങാൻ നിനക്ക്, ഏത് സബ്ജക്റ്റ് നിനക്ക് ഇറങ്ങി പുറപ്പെടാം, ഏത് വിവാഹ ജീവിതത്തിലേക്ക്, എത്ര മോശമായ ജീവിതത്തിലുള്ള ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ആണെങ്കിൽ പോലും, എത്ര അടിമപ്പെട്ടിട്ടുള്ള വ്യക്തിയാണെങ്കിൽ പോലും, നിനക്ക് കൃത്യമായി കർത്താവിന്റെ അഭിഷേകം. പക്ഷെ നിന്നിൽ ആത്മാവിന്റെ അഭിഷേകമുണ്ടോ? ഒരു വിവാഹ ജീവിതത്തിന് ഇറങ്ങിപ്പെടുന്ന ഒരു സഹോദരിയോട് അച്ഛനൊന്ന് ചോദിക്കുകയാണ്. ഒരു സഭയിലെ ഒരു ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ട, ഒരു അജഗണത്തിന് ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ട ഒരു വൈദികൻ ചോദിക്കുകയാണ്, നീ ഒരുങ്ങിയിട്ടാണോ? പൗരോഹിത്യ ജീവിതത്തിന് എന്തെങ്കിലും ഒരു താളപ്പിഴകൾ ഉണ്ടായാൽ, അല്ലെ പൗരോഹിത്യ ജീവിതത്തിന് അത് അർഹിക്കാത്തവരെ കടത്തിവിട്ടാൽ നമുക്ക് ചോദിക്കാമല്ലോ, എന്തുകൊണ്ടാണ് അങ്ങനെ കടത്തിവിട്ടതെന്ന്. എങ്കിലൊന്ന് ചോദിക്കണം. എന്നോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ഞാൻ ഒരുങ്ങിയിട്ടാണോ ഈ ദൗത്യത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്? ദൗത്യം എനിക്കറിയാമോ? ദൗത്യത്തിന്റെ ലക്ഷണങ്ങൾ ഇതൊക്കെയാണ്. ആത്മാവിന്റെ അഭിഷേകത്തെ ആദ്യം തന്നെ ക്രമീകരിച്ചിരിക്കും. എനിക്കറിയാം, വിവാഹ ജീവിതത്തില് ഒരുക്കത്തിന്റെ ശുശ്രൂഷയില് ധ്യാനങ്ങൾ കൂടിയും പ്രാർത്ഥിച്ചും, ഈ കഴിഞ്ഞ കുറെ ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങളുടെ അവിടെ ഒരു കരുണയുടെ ഭവനത്തിന്റെ ജോലികൾ നടക്കുകയാണ്. അപ്പൊ അതിനെനിക്ക് ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് ഞാൻ എനിക്കറിയാവുന്ന പല കുടുംബങ്ങളിലും ഇങ്ങനെ അവരോട് സംസാരിക്കാൻ, ഒപ്പം തന്നെ ഈ ഒരു സംരംഭത്തെ പരിചയപ്പെടുത്താനായിട്ട് ചെന്നപ്പോൾ ഒരു വീട്ടിലെ ഒരു ഫാമിലി, ഒരു ബാങ്ക് മാനേജരും അതുപോലെ തന്നെ ടീച്ചറുമായിട്ടുള്ള ഒരു ഭാര്യയും അവർ വീട്ടിൽ ചെന്ന് സംസാരിച്ച കൂട്ടത്തിൽ അവർ പറയുമായിരുന്നു, വിവാഹത്തിന് മുമ്പ് 1.5 വർഷം എല്ലാ ദിവസവും ദിവ്യബലിക്ക് പോകുന്ന ഒരു പെൺകുട്ടി, അതിന് വിവാഹത്തിന് മുമ്പ് പ്രത്യേകമായി 1.5 വർഷം ആ കുഞ്ഞ് പ്രാർത്ഥിച്ചൊരുങ്ങി. നിങ്ങൾ ആലോചിക്കുക, ദൗത്യത്തിന്, ഞാൻ ആലോചിക്കുകയാണെ, 1.5 വർഷം ദൗത്യത്തിന് വേണ്ടി ഒരുങ്ങിയ ഒരു പെൺകുട്ടി. നിങ്ങൾക്കറിയാവോ ആ പെൺകുച്ചിന് ലഭിച്ചത് എന്താണെന്ന്? ആ പെൺകുച്ചിന് വിശ്വാസത്തിൽ അധിഷ്ഠിതമല്ലാത്തൊരു കുടുംബത്തെ ലഭിച്ചത്. ഇപ്പൊ നിങ്ങളുടെ ചുണ്ടിലൊരു ചിരിയുണ്ടെന്ന് എനിക്കറിയാം. ദൗത്യത്തിൽ ഒരുങ്ങി എല്ലാം റെഡിയായിട്ട് അങ്ങോട്ട് പോയിട്ട്
ലഭിച്ചതോ? പരിഹാസത്തിന്റെ ഒരു ഒരു പുഞ്ചിരിയും ഒരു പരിഹാസത്തിന്റെ ഒരു ഇതൊക്കെ നിങ്ങളുടെ ചുണ്ടിലുണ്ടെന്ന് ഇനി അച്ഛൻ അറിയാം. ചുണ്ടിൽ കാണിച്ചില്ലെങ്കിൽ ഹൃദയത്തിലുണ്ടാവും. കപടതയാണെങ്കിൽ ചുണ്ടിലുണ്ടായാൽ ഹൃദയത്തിലുണ്ടാവുള്ളൂ ഇനി അത്. പക്ഷെ ഞാൻ പറയുന്നു, ഞാൻ ആ ഭവനത്തിലിരുന്ന് അവർക്ക് വേണ്ടി അവരോടൊപ്പം പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്നറിയാവോ? ക്രിസ്തു ദൗത്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ ആഘോഷത്തോടുകൂടി വരവേറ്റൊരു സമൂഹത്തെ അല്ല നമ്മൾ കാണുക. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അതിന്റെ അന്ത്യം ശുഭമായിരിക്കും. പ്രിയമുള്ളവരെ, ദൗത്യത്തിന് ഉറച്ച കാൽവെപ്പോടുകൂടി, ആത്മാവിന്റെ അഭിഷേകത്തോടുകൂടി, ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതലോടുകൂടി, കർത്താവിന്റെ കൃപയിൽ, കർത്താവിന്റെ സംവത്സരത്തിനാണ്, കർത്താവിന്റെ നാമത്തിനാണ്, കർത്താവിന്റെ ശക്തിക്കാണ് പ്രാധാന്യം കൊടുത്ത് നീ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഉറപ്പായിട്ട് ഞാൻ പറയട്ടെ, അതിന്റെ അന്ത്യം ശുഭമായിരിക്കും, അനുഗ്രഹീതമായിരിക്കും. സന്തോഷത്തോടുകൂടി, ആത്മനൈർമല്യത്തോടുകൂടി, നിഷ്കളങ്കതയോടെ നീ പറയും, എന്റെ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ടായിരുന്നു. വിവാഹ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുമ്പോൾ സഭയുടെ ഈ വലിയൊരു കൃപയിൽ നമ്മൾ ചേരുകയാണ്. ഈശോ നൽകുന്ന, ദൈവപിതാവ് നൽകുന്ന, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകപ്പെടുന്ന സൃഷ്ടിക്കുള്ള ഒരു പങ്കാളിത്തം നൽകുമ്പോൾ കുഞ്ഞിനെ കുറിച്ച് നീ ആകുലപ്പെടേണ്ടതില്ല. കാരണം ദൗത്യം ക്ലിയറാണ്. വിവാഹത്തിന് ഒരുക്കമായിട്ടുള്ള കോഴ്സുകളുണ്ട്, അവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത്. നിരന്തരമായി കുമ്പസാരിപ്പിക്കണം. കഴിഞ്ഞ കാല ജീവിതങ്ങളിലൊക്കെ എന്റെ ജീവിതത്തിലുണ്ടായ മുറിവുകള്, എന്റെ നോട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അസ്വസ്ഥതകള്, എന്റെ ബന്ധങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള മുറിവുകളും സങ്കടങ്ങളും ഭാരങ്ങളും തിരസ്കരണങ്ങളും എല്ലാം എന്റെ ജീവിത പങ്കാളിയില്, അത് ഭർത്താവിലാവാം ഭാര്യയിലാവാം, പ്രൊജക്ട് ചെയ്യാതിരിക്കാൻ ഒരുങ്ങണം. നീ ദൗത്യത്തിന് വേണ്ടി ഒരുങ്ങാതെ അവസാനം ജീവിതത്തിന്റെ എവിടെയെങ്കിലൊക്കെ വഴിക്ക് വെച്ചിട്ട് പരാജയപ്പെട്ട് നീ തിരിഞ്ഞു നടക്കുമ്പോൾ അപഹാസ്യായി നീ മാറുമെന്നുള്ളത് സംശയമില്ല. അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും. ഇന്ന് കർത്താവ് നമ്മെ ഈ ഒരു വലിയ ദൗത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് ക്ഷണിക്കുകയാണ്. അതുകൊണ്ടാണ് 2 കൊറിന്തോസിന്റെ 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ തിരുവചനം ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവാണ് ആത്മാവ്. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഏത് പ്രവൃത്തിയും അവൻ സ്വാതന്ത്ര്യത്തോടെ ചെയ്യും, അവൾ സ്വാതന്ത്ര്യത്തോടെ ചെയ്യും. അവൾ പഠിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തോടെ പഠിക്കും. അവൾ ഉന്നതമായ റാങ്ക് കിട്ടുമെന്നൊന്നും ഇതിൽ വിവക്ഷയില്ല. എന്നാൽ ആ കുഞ്ഞത് പൂർത്തിയാക്കും. ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, മോനെ, ജീവിതത്തിലെ കഴിഞ്ഞ കാല ജീവിതങ്ങളുണ്ടായിട്ടുള്ള നിന്റെ ഭാരപ്പെടുത്തുന്ന ഓർമ്മകൾ, മുറിവുകൾ നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ദൗത്യത്തിന് നീ ഒരുങ്ങിയിരുന്നില്ല. നീ ഇറങ്ങുമ്പോൾ, ഈ ഒരു ഡോക്ടറേറ്റിന് വേണ്ടി ഇറങ്ങുമ്പോൾ എനിക്ക് നിന്നോട് പറയാൻ പറ്റില്ല. കാരണം നമ്മളൊക്കെ സമകാലീന യുഗത്തിൽ ജീവിച്ചിട്ടുള്ളവരാണ്, നമ്മൾ ഒരേ സമയങ്ങളിലുള്ളവരാണ്. എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പൗരോഹിത്യത്തിന്റെ ബലിയോട് ചേർന്ന് ഞാൻ പറയുന്നു, സൗഖ്യപ്പെടാൻ നീ തയ്യാറായാൽ ഈ ഡോക്ടറേറ്റ് നീ ഏറ്റവും വിജയകരമായി പൂർത്തിയാക്കും. 1-ാം സ്ഥാനത്ത് പൂർത്തിയാക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് നിനക്ക് പ്രയോജനകരമാവുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് പ്രയോജനകരമാവുന്ന രീതിയിൽ നിനക്ക് പൂർത്തിയാക്കാൻ കഴിയും. ഞാൻ ആ കുടുംബത്തോട് പറഞ്ഞു, ഈ കുഞ്ഞ് കർത്താവിന്റെ അഭിഷേകത്തില് ജീവിതത്തിന് വേണ്ടി ഒരുങ്ങിയതാണെങ്കിൽ അവൾ 1.5 വർഷം പ്രത്യേകമാംവിധം എല്ലാ ദിവസവും ദിവ്യബലിക്ക് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ ബലിയർപ്പിക്കാൻ പോകുന്ന ദേവാലയത്തിലാണ് അവൾ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്. പ്രഭാതത്തില് ഈ 6 മണിക്കുള്ള കുർബാനയ്ക്ക് അവൾ ഉണ്ടാവും അവിടെ. അവളെ കർത്താവ് ഉപേക്ഷിക്കില്ല. അവളുടെ ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ കർത്താവ് ഇത് തകിടം മറിക്കും, ക്രമീകരിക്കും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കർത്താവിന്റെ നാമത്തിൽ അഭിഷേകം സ്വീകരിച്ച് ദൗത്യം സ്വീകരിച്ചിട്ട് ഒരു കുഞ്ഞും പരാജയപ്പെട്ടു പോവില്ല. പരാജയപ്പെട്ട ചരിത്രമില്ല. അതിനോ വചനം ചോദിക്കുന്നുണ്ട്, കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായിട്ടുള്ളത്? കർത്താവാണ് എന്റെ ബലം എന്ന് പറഞ്ഞിട്ടുള്ള ആരാ പരാജയപ്പെട്ടിട്ടുള്ളത്? കർത്താവിന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ലെന്ന് പറഞ്ഞ ദാവീദിനോട് ചേർന്ന് നിനക്ക് വിജയം വരിക്കാൻ കഴിയും. ദൗത്യത്തെ ഉറപ്പിക്കണം. ദൗത്യത്തെ ഉറപ്പിക്കണമെങ്കിൽ മുറിവുകൾ മാറ്റണം, ബന്ധനങ്ങൾ അഴിക്കണം, കെട്ടുകൾ പൊട്ടിക്കണം. എന്നിട്ട് വളരെ വ്യക്തമായി കർത്താവിന്റെ മുമ്പിൽ എഴുതി വെക്കണം, കർത്താവിന് സ്വീകാര്യമായ വത്സരമെന്ന് അവസാനം പറഞ്ഞു വെച്ചിട്ടാണ് ഈ ദൗത്യം അവസാനിക്കുന്നത്. കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന്, കർത്താവിന് സ്വീകാര്യമായി അവിടുത്തെ രാജ്യത്തിന്, അവിടുത്തെ നീതിക്ക് വേണ്ടിയുള്ള ഒരു പരിശ്രമം, അവിടുത്തെ നാമത്തെ മഹത്വത്തിന് വേണ്ടി ആയിരിക്കണം നിന്റെ എല്ലാം. നിന്റെ ബിസിനസ്, നിന്റെ പഠനം, നിന്റെ ജീവിത പങ്കാളി, നിന്റെ കുഞ്ഞുങ്ങൾ, നിന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയല്ല, നിന്റെ സുഖത്തിന് വേണ്ടിയല്ല. കർത്താവ് എനിക്ക് തരുന്ന ഒരു ദാനമാണ്. സ്നേഹത്തോടെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞാൽ ഞാൻ പറയുന്നു, ദൗത്യം പൂർത്തീകരിക്കും. ശുഭകരമായ ഒരു അന്ത്യം നിനക്കുണ്ടാകും. നിന്നെ നോക്കുന്നവർ പറയും, ദൈവാത്മാവിന്റെ അഭിഷേകവും ചൈതന്യമുള്ള വ്യക്തി എന്ന് പറയും. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. കർത്താവിന്റെ തിരുസന്നിധിയിൽ നമ്മുടെ തന്നെ സമർപ്പിക്കാം. എല്ലാ കുടുംബങ്ങളും ഞാൻ സമർപ്പിക്കണം. ഒത്തിരിയധികം മാതാപിതാക്കള് ഇന്ന് വേദനയിലൂടെ കടന്നു പോകുന്നുണ്ട്. പൂർത്തീകരിക്കാത്ത പഠനങ്ങളുള്ള മക്കള്, വിവാഹ ജീവിതം ആരംഭിച്ചിട്ട് എവിടെയും പൂർത്തീകരിക്കാൻ പറ്റാതെ സങ്കടപ്പെട്ട് നിസ്സഹായരായി അലയുന്ന മക്കള് ഷഡകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ദൈവമേ, അങ്ങയുടെ കൃപയും അഭിഷേകവും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയിൽ ആശ്രയിച്ചിട്ടുള്ള ആരും ഇതുവരെ ഭഗ്നാശരായിട്ടില്ല. ഇതാ അങ്ങയുടെ പ്രിയ മക്കൾ പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിന്റെ അഭിഷേകത്താൽ നിറയട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മുറിവുകളെ, സങ്കടങ്ങളെ, ഭാരപ്പെടുത്തുന്ന ഓർമ്മകളെ,
ബലഹീനതകളെ, കെട്ടുകളെ ഒക്കെ പൊട്ടിച്ചെറിയാൻ തക്കവിധത്തിൽ ആത്മാവിന്റെ അഭിഷേകം നിറയട്ടെ. ദൈവാത്മാവിന്റെ കൃപ നിങ്ങൾ ഓരോരുത്തരും നിറയാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേകമായ മാധ്യസ്ഥവും നമ്മുടെ കുടുംബങ്ങളിൽ സമൃദ്ധമായി വിളങ്ങട്ടെ. അതുവഴിയായി ദൗത്യം വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ, അത്രയ്ക്ക് ഒരുക്കത്തോടുകൂടി തുടങ്ങാനും പൂർത്തീകരിക്കുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമേൻ.